കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി 20 ശനിയാഴ്ച നടക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 1.5 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്നും മനുഷ്യച്ചങ്ങല വലിയ ക്യാമ്പയിനായി മാറുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി 20 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് നടക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം, റെയിൽവേയോടുള്ള അവഗണന, നിയമന നിരോധനം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും സഹിക്കണോ ഈ അവഗണന എന്ന പ്രമേയത്തിലാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ 25 ലക്ഷം പേരെ അണിനിരത്തുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കടുത്ത അവഗണന കേരളത്തോട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നിയമപരമായി നൽകേണ്ട വിഹിതം നൽകാൻ, സാമ്പത്തിക വിഹിതം നൽകാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ട ഗ്രാൻറ്റുകൾ അതുൾപ്പെടെയുള്ള കേരളത്തിന് സാമ്പത്തികമായി ലഭിക്കേണ്ട, നിയമപരമായി ലഭിക്കേണ്ട വിഹിതം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുകയാണ്. കേന്ദ്ര സർവീസിൽ നിയമന നിരോധനം നടപ്പിലാക്കിയിരിക്കുകയാണ്. റെയിൽവേയിൽ മാത്രം 3.5 ലക്ഷം ഒഴിവുകൾ ഇനി നികത്തേണ്ടതില്ല എന്ന് റെയിൽവേ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേരളത്തിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ഡിവൈഎഫ്ഐ 37 വർഷങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ ഒരു ക്യാമ്പയിൻ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന് കാൽനട ജാഥകൾ, കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർക്കുക. കലാ സാംസ്കാരിക പ്രവർത്തകരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. മലപ്പുറം ജില്ലയിൽ 1.5 ലക്ഷം പേർ പങ്കെടുക്കുമെന്നും ഇത് വലിയ ക്യാമ്പയിനായി മാറുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പറഞ്ഞു. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 1.5 ലക്ഷം പേരെയാണ് ഡിവൈഎഫ്ഐ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരത്തുക. അതിനാവശ്യമായ സംഘടനാപരമായ ക്രമീകരണങ്ങളും ബഹുജനങ്ങളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തനത് പരിപാടികൾ, പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ വിപുലമായി ഏറ്റെടുത്തു കഴിഞ്ഞു. സെമിനാറുകളും അതോടൊപ്പം തന്നെ ചെറുയോഗങ്ങളും മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനടയായി സംഘടിപ്പിച്ച ജാഥകളും ഉൾപ്പെടെ നിരവധിയായ പ്രചരണ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 1.5 ലക്ഷം പേരെ അണിനിരത്തുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിൻ വരുന്ന 20-ാം തീയതി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും. ഈ ചങ്ങലയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്നുണ്ട്. മണമ്പൂർ രാജൻ ബാബു, ആലങ്കോട് ലീലാകൃഷ്ണൻ, നിലമ്പൂർ ആയിഷ, സൂരജ് തേലക്കാട് ഉൾപ്പെടെയുള്ള സിനിമ ചലച്ചിത്ര പ്രവർത്തകർ, എഴുത്തുകാർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ വിവിധ ആളുകൾ പങ്കെടുക്കും. 1987 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല നടത്തിയിരുന്നു. ശനിയാഴ്ച നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയകരമാക്കാനുള്ള വലിയ ഒരുക്കങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത്.